കൂടല്ലൂരിലെത്തിയാൽ മുഴുവൻ എം.ടിയുടെ ഓർമ്മകളാണ്. കൂടല്ലൂർ എവിടെ പോയാലും, അതായത് ഈ കൊടിക്കുന്ന ഭാഗത്തേക്ക് പോയാലും മലമക്കാവ് പോയാലും കൂട്ടക്കടവ് പോയാലും എല്ലാം എം.ടിയുടെ കഥാപാത്രങ്ങളായി തീർന്നവർ, എം.ടിയുടെ കഥകളായി മാറിയവരുടെ എല്ലാം വാക്കുകളും ഓർമ്മകളുമാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുക. ഇപ്പോൾ എം.ടിയുടെ അയൽവാസി കൂടിയായിട്ടുള്ള പി മമ്മിക്കുട്ടി എം.എൽ.എ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. എം.ടി നാട്ടുകാർ മാത്രമല്ല, തൊട്ടടുത്തുള്ള അയൽവാസി കൂടിയാണ്. വലിയൊരു ബന്ധം ഉണ്ടായിരുന്നല്ലോ എം.ടിയുമായി. വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കാനും ആ ബന്ധം നിലനിർത്താനും കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള ബന്ധം തുടരണമെന്നും നിലനിർത്തണമെന്നുമുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം CMTക്ക് ഉണ്ടായിരുന്നു എന്നർത്ഥം. ഈ കൂടല്ലൂരിനെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച, അതിന് പരിശ്രമിച്ച, അതിനുവേണ്ടി എഴുതിയ, അതിനുവേണ്ടി കഥകൾ തയ്യാറാക്കിയ മറ്റൊരാളുണ്ട് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. എന്തായാലും അടിസ്ഥാനപരമായി കൂടല്ലൂർക്കാരനാണല്ലോ. ആ ഒരു സ്നേഹവും ബന്ധവും കൂടല്ലൂർക്കാരുമായി, ഈ നാടുമായും ഈ ഗ്രാമവുമായി അദ്ദേഹം അവസാനം വരെ പുലർത്തിയിരുന്നു അർത്ഥം. പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അദ്ദേഹത്തിന് ഇങ്ങോട്ട് വരാൻ കഴിയാറില്ല. മറ്റത് എല്ലാ കോഴിക്കോടാണ് കേന്ദ്രമെങ്കിലും എല്ലാ ഓണ സമയത്തും ഓണത്തിന് ഇവിടെ വരാറുണ്ട് തറവാട്. ആദ്യം കോയനാട് മാഷ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ. പിന്നെ അദ്ദേഹം മരിച്ചതിന് ശേഷം അവരുടെ ഭാര്യ ഉണ്ടായിരുന്നു. ഇവർ ഓപ്പു എന്നാണ് അവരെ വിളിച്ചിരുന്നത്. അവർ മരിക്കുന്നവരെയും ഇവിടെ വന്നിട്ടുണ്ട് എന്നർത്ഥം. പിന്നെ ഇങ്ങോട്ട് കയറി വരാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് അവിടെ കോട്ടക്കടവ് ആ ജംഗ്ഷനിലൊരു ചെറിയ റെസ്റ്റ് ഹൗസുമായി അശ്വതി എന്ന് പറഞ്ഞ ഒരു പണിയെടുത്ത് കഴിഞ്ഞു. പിന്നെ അവിടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ കയറി വിശ്രമിക്കാറുണ്ടായിരുന്നു. എഴുത്തുകൾ നമ്മൾ എടുത്ത് നോക്കിയാലേ മുഴുവനും ഈ കൂടല്ലൂരും അതുപോലെ തന്നെ നിളയുമാണ്. അതെ അതെ, നിളയും ഈ കൂടല്ലൂർ നാട്ടുകാരുമാണ്. അതെ, നിളയും കൂടല്ലൂരും താന്നിക്കുന്നും അതുപോലെ തന്നെ കൊടിക്കുന്നും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആളുകളാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ മുഴുവൻ. ഏറ്റവും അടുത്ത ഒരു കഥാപാത്രമായിരുന്നു പുളിക്കൽ യൂസുഫ് ഹാജി. അദ്ദേഹം ഇപ്പോൾ അടുത്താണ് മരണപ്പെട്ടത്. അങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നു. കഥകളിലും മറ്റേലൊക്കെ തന്നെ ഇവിടുത്തെ കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള അർത്ഥം. ആ നിലയിൽ കൂടല്ലൂരിനെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, പിന്നെ ഇങ്ങനെ ഉയരുന്തോറും വളരുന്തോറും അതിൻ്റെ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനാണ് ശ്രമിച്ചത്. സാധാരണ ഇങ്ങനെ ഉയർന്നു പോകുമ്പോൾ നാടുമായുള്ള ഗ്രാമവുമായുള്ള ബന്ധങ്ങളിലൊക്കെ ഒരു വിളിച്ച വരുമല്ലോ. പക്ഷേ അതുണ്ടായിരുന്നില്ല. കൂടല്ലൂർക്കാരാണ്, ഇവിടുന്നാണ് ആര് ചെന്നാലും ആര് വിളിച്ചാലും അദ്ദേഹം അതിൻ്റെ രീതിയിൽ അദ്ദേഹത്തെ പരിപാടിക്കും മറ്റു കാര്യങ്ങൾക്കും ഉദ്ഘാടനത്തിനൊക്കെ ക്ഷണിക്കുമ്പോൾ അതിനൊരു പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു. പക്ഷേ യാത്ര ചെയ്യാൻ കഴിയുന്ന സമയം വരെ അദ്ദേഹം ഈ പരിപാടിക്കൊക്കെ വന്നിരുന്നു. ഞാൻ 1988 മറ്റോ തോന്നുന്നു ആനക്കര സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു ഇവിടെ. അന്ന് ആ ബാങ്കിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ അനുജനായ MT രവീന്ദ്രനായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ അന്ന് ഇന്നത്തെ മാതിരിയല്ലല്ലോ, ഈ ഡെപ്പോസിറ്റ് മൊബിലൈസേഷൻ നിക്ഷേപ സമാഹരണത്തിനൊക്കെ ആദ്യം ഒന്ന് കാണുന്നത് ബന്ധപ്പെടുന്നത് മൂപ്പരെയാണ്. ഇന്നത്തെ സ്ഥിതിയല്ലല്ലോ. ഇന്നിപ്പോൾ ലക്ഷങ്ങളൊന്നും പറഞ്ഞാൽ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ അന്നിങ്ങനെ ചെറിയ ചെറിയ സംഖ്യകൾ വരുമ്പോൾ, അപ്പോൾ ഞാൻ ബാങ്കിൻ്റെ പ്രസിഡൻ്റായി വന്നതിന് ശേഷം പരിചയപ്പെടുത്തി MT രവീന്ദ്രൻ, മമ്മിക്കുട്ടിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മമ്മിക്കുട്ടിയെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അതിൻ്റെ മുമ്പ് അവിടെ ആനക്കര പഞ്ചായത്തിൽ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയൊക്കെ ആയിരുന്നല്ലോ, പഞ്ചായത്ത് മെമ്പറൊക്കെ. അപ്പോൾ അന്ന് മുതലുള്ള ബന്ധങ്ങളുണ്ട്. അപ്പോൾ അന്ന് പറയണ്ടായി, ഈ സാമ്പത്തിക സ്ഥാപനമാണ്, നന്നായി പരിശ്രമിക്കണം, സ്ഥാപനത്തെ മെച്ചപ്പെടുത്തണം, അതിനുവേണ്ടിയുള്ള സഹായം ആരോടും ചോദിക്കാൻ തന്നെ പറഞ്ഞു. എന്നെക്കൊണ്ട് അദ്ദേഹത്തിന് കഴിയുന്നത് എല്ലാ വർഷവും ആ സമയത്ത് ഡെപ്പോസിറ്റ് ചെയ്യുകയും പിന്നീട് അത് റിന്യൂ ചെയ്യുകയും ചെയ്തിരുന്ന ഒരു സ്ഥിതി എന്ന് പറയുന്നത്. ഈ സന്ദർശകർക്ക് എപ്പോഴും കോഴിക്കോട്ടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഈ തുഞ്ചൻപറമ്പിൽ ഉണ്ടാകുന്ന സമയത്ത് എപ്പോഴും സന്ദർശകർക്ക് വലിയ ഒരു അനുവാദം ഉണ്ടായിരുന്നു. പക്ഷേ കൂടല്ലൂരിൽ നിന്നാണ് പറയുമ്പോൾ പ്രത്യേക ഒരു അനുവാദം. അതെ, അയാൾ ശാരീരികമായ ചില വ്യഥകൾ കാരണമാണ് ഒരു നിയന്ത്രണം വെക്കുന്നത്. അല്ലാത്ത സമയത്ത് അവിടുന്ന് ഒരു നിയന്ത്രണമൊന്നുമില്ല. നമ്മൾ MTയുടെ വീടിൻ്റെ അടുത്താണ് നമ്മൾ താമസം എന്ന് പറയുമ്പോൾ MTയുടെ പരിപാടിക്ക് വേണ്ടി വരുന്ന ആളുകൾ നമ്മൾ മുഖേനയാണ് വരും. നിങ്ങൾ പറഞ്ഞാൽ ശരിയാവും, നിങ്ങളൊന്ന് പറയണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റേറ്റ് തലത്തിലോ ജില്ലാ തലത്തിലോ അതൊക്കെ പോലെയുള്ള വലിയ രീതിയിലുള്ള സമ്മേളനങ്ങളും കാര്യങ്ങളിലൊക്കെ അത് വരുമ്പോൾ അഭിമാന പുരസ്സര കാര്യം പറഞ്ഞു. ഒരു തവണ പട്ടാമ്പി കോളേജിലെ എന്തോ ഒരു വലിയ പരിപാടിക്ക് വന്നിട്ട് എനിക്ക് ശാരീരികമായി സുഖമില്ല, കണ്ണിനും പ്രശ്നമുണ്ട്, പക്ഷേ ഈ മമ്മിക്കുട്ടി നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് അവിടെ പറയുണ്ടായി. പിന്നെ അതെന്ന് വെച്ചാൽ പിന്നെ ആളുകളൊക്കെ മമ്മിക്കുട്ടിയെ കണ്ട പരിപാടി ശരിയാവും എന്ന് പറഞ്ഞ് അവസാനം ചളവറയിലൊരു പരിപാടിക്ക് വേണ്ടി ക്ഷണിച്ചു.
അപ്പോൾ പറഞ്ഞു മമ്മിക്കുട്ടി ഇനി ദയവ് ചെയ്ത് ആളുകളെ ഇങ്ങോട്ട് വിടരുത്, എനിക്ക് മനസ്സെത്തുന്നിടത്ത് ശരീരം എത്തില്ല, അപ്പോൾ അതുകൊണ്ട് വിരോധം ഉണ്ടായിട്ടില്ല, യാത്ര ചെയ്യാൻ കഴിയില്ല എന്ന് പറയണ്ടേ. പിന്നെ അതിന് ശേഷം നമ്മളാരെയും വിടാറില്ല എന്നർത്ഥം. പിന്നെ ഇടക്കിടക്ക് നമ്മൾ കാണാറുണ്ട്. അന്നൊക്കെ വരുമ്പോൾ ഇവിടെ വന്ന് ഇപ്പം അങ്ങനെ നിങ്ങൾ കയറിപ്പോയാൽ അന്ന് റോഡിൻ്റെ സൗകര്യം ഇല്ല. അന്ന് ഇവിടെ വന്ന് വണ്ടിയിൽ ഇവിടെ നിർത്തി, കാറ് ഇവിടെ നിർത്തിയിട്ട് അല്ല അന്ന് സ്വന്തമായിട്ട് നടന്നു പോകാനൊക്കെ കഴിയും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ വീട്ടിൽ കയറിയിരിക്കും, കുട്ടികളായിട്ട് വർത്താനം പറയും, ചായയൊക്കെ കുടിക്കും, അതിലിടയ്ക്ക് ഒരു വീഡിയോ വലിക്കും, അങ്ങനെ വർത്താനത്തിൻ്റെ ചിത്രമൊക്കെ ഉണ്ട്. കൂടല്ലൂർ ആകെ മാറി. എം ടിയുടെ കഥകളിൽ നിന്നുള്ള കൂടല്ലൂരല്ല ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഇനി പഴയ രീതിയിൽ ഒരു ഗ്രാമീണ കാഴ്ചയൊക്കെ കൂടല്ലൂരെ കാണണമെങ്കിൽ അത് എം ടിയുടെ കഥകൾ വായിച്ചാൽ തന്നെ മനസ്സിലാവും. അതെ അതെന്താ വെച്ചാൽ കാലഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങളുണ്ടല്ലോ. ആ മാറ്റം വരുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ തലമുറക്കാർക്കൊക്കെ എങ്ങനെ ഒരു കൂടല്ലൂരായിരുന്നോ എന്ന് കഥകളിലൂടും അതുപോലെ തന്നെ രചനകളിലൂടെ ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു അവസ്ഥ വരുന്നുള്ളൂ. ഇഷ്ടമായ നിളയെ കാണണമെങ്കിലടക്കം എം ടിയെ വായിക്കും. അതെ നിളയെ കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ നിളയുണ്ട്. നിള അതുപോലെ തന്നെ ഇവിടെ കൂടല്ലൂർ, കൂട്ടക്കടവ്, മറ്റേ താന്നിക്കുന്ന് അല്ലേ, അങ്ങനെയാണ് മൂപ്പരെ കൊടിക്കുന്ന് ഇവിടെ നാട് പുഴ കടന്നാൽ മതി, അന്ന് അങ്ങനെ കടക്കുകയുള്ളൂ. ഇപ്പോൾ അതൊക്കെ വെള്ളിയങ്കല്ല് വന്ന് അങ്ങനെ പോകാം. ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ കടന്ന് അപ്പോൾ കൊടിക്കുന്ന് ക്ഷേത്രവും മൂപ്പരുടെ കഥകളിലും രചനകളിലും മൂപ്പരുടെ മനസ്സിലും എന്നും ലൈവായിട്ട്. തിരിച്ചുവരവ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നില്ല. തിരിച്ചു വരവ് അങ്ങനെ പ്രതീക്ഷിച്ചില്ല. തിരിച്ചു വരവേ സുഖമില്ല എന്ന് പറഞ്ഞ കാരണം അങ്ങനെ എന്നാൽ തന്നെ ഇത്രയും ജീവിച്ചു എന്നുള്ളത് നമുക്കടെ മഹാഭാഗ്യമാണെന്നർത്ഥം. അവസാനമാകുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഓണത്തിനും പോലെ ഇതിൻ്റെ മുമ്പത്തെ 2 ഓണത്തിന് ചിലപ്പോൾ ഞങ്ങൾ പോവാറുണ്ട് നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട്. കഴിഞ്ഞ ഓണത്തിന് പോയില്ല, അന്ന് വേറെന്തോ ഒരു പരിപാടി. അതിൻ്റെ മുമ്പത്തെ ഓണത്തിനാണ് ഞങ്ങൾ കുട്ടികളൊക്കെ ആയിട്ട് പോയി, ഒരു ഓണപ്പടയൊക്കെ കൊടുത്തു, വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തിനാണോ അത് ചോദിച്ച്, ഇതിപ്പോൾ ഓണായിട്ട് അതൊരു ചടങ്ങല്ലേ. ക്യാപ്റ്റൻ ലക്ഷ്മിയാരത്തിനെ കാണാൻ വേണ്ടി പോയപ്പോഴും നമ്മൾ ഓടപ്പട കൊടുക്കാറുണ്ട്. ഈ മലയാളി വേസ്റ്റും കാര്യങ്ങളൊക്കെ ലക്ഷ്മിയാരത്തി അവസാനം വരുന്ന സമയത്ത് ലക്ഷ്മിയാരത്തി ഇവിടെ വന്നിട്ടുണ്ട്, ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. ആനക്കരയാണ് നമ്മുടെ തറവാടൊക്കെ. എന്തായാലും കൂടല്ലൂരുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നില്ലേ? അതെ കൂടല്ലൂർക്കാരെ സംബന്ധിച്ച് മാത്രമല്ല കേരളത്തിനും നമ്മുടെ രാജ്യത്തിനും വലിയ നഷ്ടമാണ്, പ്രത്യേകിച്ച് കൂടല്ലൂർക്കാർക്ക്. മനസ്സിലായില്ലേ? കൂടല്ലൂർക്കാരുമായുള്ള ഒരു വലിയ ജൈവ ബന്ധമുണ്ടല്ലോ, ആ ബന്ധം മറ്റുപോകുമല്ലേ അല്ലേ. ഇനിയിപ്പോൾ അങ്ങനെ ഒരാളുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട സ്ഥിതിക്ക് വന്നിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ നാടാകെ ദുഃഖിച്ച് നിൽക്കുകയാണ്. കൂടല്ലൂരിൻ്റെ ഒരു മേൽവിലാസം തന്നെയായിരുന്നു എം ടി ഈ വിടവാങ്ങുമ്പോൾ അത് കൂടല്ലൂർകാർക്ക് തീർത്താൽ തീരാത്ത ഒരു നഷ്ടമായി മാറുകയാണ്. ഏതായാലും എം ടിയുടെ ഇനി കൃതികളിലുള്ള ആ ഓർമ്മകളിലാണ് ഇനി കൂടല്ലൂരുടെ സഞ്ചാരം ഉൾപ്പെടെ ഇനി ഉണ്ടാവുക. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലിൻ, റിപ്പോർട്ടർ പാലക്കാട്.